ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് ദോശ റെസിപ്പി ആയിട്ടാണ്. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി 3/4 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങ ചിരകിയതുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും കൂടി ചിരകി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് എരിവാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കായിട്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ദോശ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചട്ടനിൻ്റെ കൂടെയും പിന്നെ ചിക്കൻ കറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ.